ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഫുൾ ഫാമിലിയായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് ഫീൽ നിങ്ങൾക്കും കാണാൻ സാധിക്കും കേട്ടോ. നല്ല രസമാണ്. ഇന്ന് 24th December ആണ്. ഇവിടെ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4:30 സമയമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ രാത്രി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി പോവാണ്. ട്രാഫോർട്ട് സെൻറ്ററിലേക്കാണ് യാത്ര. അവിടെ പോകുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അവിടെ ക്രിസ്മസ് പാപ്പയുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് ക്രിസ്മസ് പാപ്പയെ കാണാനും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരമുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ ഉദ്ദേശത്തിൽ. അത് അശ്വിൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ട്രാഫോർട്ട് സെന്ററിന്റെ ഫ്രണ്ടിൽ ക്രിസ്മസ് ഫീൽ നമ്മളെ പ്രാമിലേക്ക് മാറ്റുന്നു. അല്ല ഒന്നാമത് തണുപ്പ്, നല്ല തണുപ്പ്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഫെസ്റ്റിവൽ മൂഡ് അല്ല അനു, ഫെസ്റ്റിവൽ ക്രിസ്മസ് ഫീൽ. പോയാലോ അകത്തേക്ക്? യെസ്. എന്ത് വിൻഡിയായിരിക്കുന്നു, ഭയങ്കര കാറ്റും. ഇത് നോക്കനു, കിങ്ഡം ഓഫ് സ്വീറ്റ്സ്. ഏതാ? ചുറോസ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇവിടെയാണോ ഫുഡിൻ്റെ? ഇവിടെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്, അവിടെ ചുറോസ് ഉണ്ട്. ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് പോലെ, ഇതൊരു ചെറിയൊരു ഫെയർ പോലെ, ഒരു ക്രിസ്മസ് ഫെയർ ഏരിയ. അതന്നെ, ടിൻസൽ ടൗൺ എന്നാണ് പേര്. തണുക്കുന്നേ. ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ ഈറ്ററീസ് ഒക്കെ ആയിട്ട് ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് പോലെ. ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ, അത് വേണമെങ്കിൽ ആകാം. ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ് ട്രക്സ് പോലെ. ഇത് വാഫിൾസ് 7 pounds. ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാർഷ്മെല്ലോസ്. മൾഡ് വൈറ്റ് അപ്പേ നൈസ്. ഇവിടെ എന്താ? ഹോട്ട് റോസ്, യോർക്ക്ഷയർ പുഡിങ്സ്, അങ്ങനത്തെ ഇംഗ്ലീഷ് ഫുഡാണ് ഇവിടെ. റാപ്സ് ആയിട്ട് ഹണി റോസ് ഇന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ക്യാബിൻസ് പോലെയൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാർഷ്മെല്ലോ. ചെറുതായിട്ട് മഴ. ഡ്രസ്സിൽ അനുക്കുട്ടി ചുറൂസ്. ശരിക്കൊരു ക്രിസ്മസ് മാർക്കറ്റ് പോലെ ട്രാഫോർഡിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കുട്ടികൾക്കുള്ള ഫൺ ഏരിയ, ഗെയിംസ്, ഫുഡ് കോർട്ട്, ഇങ്ങനെ കുറച്ച്. ഓക്കെ, ഈ സൈഡും ആ സൈഡും ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു മഴ വരുന്നുണ്ട്, നല്ല തണുപ്പാണ് ഇപ്പോൾ. ഒരു 6 ഒക്കെയാണ് ടെമ്പറേച്ചർ. ഭയങ്കര വിന്തി. എനിക്കാണെങ്കിൽ നല്ല ചുമ ജലദോഷം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് ആണ് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കാനും പറ്റില്ല. സോ വിന്റർ ഇൻ മാഞ്ചസ്റ്റർ ക്രിസ്മസ്, ഇതൊരു ബ്യൂട്ടിഫുൾ ഫീലാണ് അല്ലാനോ? ക്രിസ്മസ് ഇവിടെ വരുമ്പോഴേ വിന്റർ ഭയങ്കര ഫീലല്ലേ? വിന്റർ ഇൻ മാഞ്ചസ്റ്റർ സൂപ്പറാ. ട്രാഫോർട്ട് സെൻറ്റർ മോൾ. ഒയ്യോ, ഇത് നോക്കാനും എൻ്റെ അമ്മേ മനോഹരമാണ്. ഭയങ്കര ക്രിസ്മസ് ഫീൽ തന്നെ ഇതിനകത്ത്. ഫുഡ് കോർട്ട് ഏരിയയിൽ ഭയങ്കര
ഞാനും അനുക്കുട്ടിയും മോളും കൂടി ഇങ്ങനെ ട്രാഫോർട്ട് സെൻറ്ററിൻ്റെ ഉള്ളിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പല 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 സെയില് ഷോപ്പിംഗ് എല്ലാം കാണുന്നു. കൂടുതലും വിൻഡോ ഷോപ്പിംഗ് ആണ് കേട്ടോ. വാങ്ങിക്കലൊക്കെ കുറവാണ്. കുഞ്ഞിന് കുറച്ച് ഒരുപാട് നേരം പ്രാമിയിരിക്കുന്ന മോൾക്ക് ഇഷ്ടമല്ല. അത് വേറൊരു പ്രശ്നമാണ്. എന്തായാലും ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നത്. അശ്വിനും പാർവതിയും കുഞ്ഞുങ്ങളും എല്ലാം ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരും 1 മണിക്കൂറിനുള്ളിൽ. വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ക്രിസ്മസ് പാപ്പയെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. ഇപ്പോൾ പ്രധാന ഉദ്ദേശം കുഞ്ഞുങ്ങളെ ക്രിസ്മസ് പാപ്പേനെ കാണിക്കാൻ കൊണ്ടുപോകാനാണ്. അതിൻ്റെ ടൈം ആയിട്ടില്ല. ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ അവർ കറക്റ്റ് എത്തും. അത് കഴിഞ്ഞാൽ ഞങ്ങളെയും കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ട്രാഫോർട്ട് സെൻറ്ററിൻ്റെ ജസ്റ്റ് വെളിയിൽ തന്നെയാണ് ആ ഒരു ഏരിയയും. ക്രിസ്മസ് പാപ്പയുടെ ഒരു എന്താ പറയുക, ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. ഒരു ടെൻറ്റിനകത്ത് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ബെഞ്ചസ്, എല്ലാ ഒരു ഗ്യാപ്പിലും ബെഞ്ചസ് ഉണ്ടാവും. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നടന്ന് തളർന്ന് വരുമ്പോൾ ഇരിക്കാമല്ലോ. എന്ത് രസമാണ്. ബ്യൂട്ടിഫുൾ ഒരു മോളാണ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അറ്റം വരെ സോ ഹ്യൂജ്. ഭയങ്കര ക്രൗഡ്. ക്രിസ്മസിന് മുന്നോടിയായിട്ടായതുകൊണ്ട് ഭയങ്കര ക്രൗഡാണ് ഇവിടെ. എല്ലാ മോൾസിലും ഇതുപോലെ തിരക്കാണെന്നാണ് പറയുന്നത്. എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് വഴി റിവർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടിറങ്ങി. അനദർ പ്ലേസ്. കുറച്ച് സെയിൽ നടക്കുകയാണ് ഇവിടെയൊക്കെ. കേട്ടോ, എത്തി. ഡേ സെൽഫ് ഫ്രിഡ്ജസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോഴത്തെ ക്രിസ്മസ് പാപ്പയെ കാണാനായിട്ട് ക്രിസ്മസ് പാപ്പയുടെ വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിന് മാത്രം ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേര് അങ്ങനെ ഒരു ഗ്രൂപ്പിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അകത്തേക്ക് ഞങ്ങളും കയറി കഴിഞ്ഞു. ഇതിനകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അയ്യോ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. പല പല റൂംസിലായിട്ടാണിത് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യം പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൽഫ് പോലെ കുറച്ച് ലേഡീസൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും ഒരു ക്രിസ്മസ് പാപ്പയുടെ രാജ്യത്തേക്ക് പോയ പോലെ ഒരു ഫീലിംഗ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ വേറെ കുറേ ഹിസ്റ്ററി ഉണ്ടാവും. സാന്റാക്ലോസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവർ വളരെ എക്സ്പെക്റ്റൻ്റ് ആയിട്ട് കുട്ടികളിങ്ങനെ വളരെ ക്യൂറിയസ് ആയിട്ട് കഥകളൊക്കെ കേട്ട് 3rd റൂമിൽ പോകുമ്പോൾ അവിടെ ലെറ്റർ എഴുതാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റർ ടു ദി സാന്റാക്ലോസ്. ക്രിസ്മസ് പാപ്പയ്ക്ക് കുട്ടികൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ ലെറ്ററിലൂടെ അവർ എഴുതിയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ടൊരു പോസ്റ്റ് ബോക്സും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് ലൈവായിട്ട് ക്രിസ്മസ് പാപ്പ അഥവാ സാന്റാക്ലോസിനെ കാണുന്നു. കുട്ടികളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. അവരെല്ലാം ക്രിസ്മസ് പാപ്പയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. എല്ലാവർക്കും ഒരു 10 മിനിറ്റെങ്കിലും കിട്ടും ഒരു ഫാമിലിക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടേണായി. ഞാനും അനുകുട്ടിയെല്ലാം ഇതുപോലെ തന്നെ മോളും ഒക്കെ ക്രിസ്മസ് പാപ്പയോടൊപ്പം കുറച്ച് നേരം ചിലവഴിച്ചു, സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ടുള്ള സാന്റാക്ലോസിനെ കണ്ട ഒരു ഫീലിലാണ് ഞങ്ങളെല്ലാവരും ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ട്രാഫോർട്ട് സെൻറ്ററിൽ നിന്നും മനോഹരമായ എക്സ്പീരിയൻസ് സാന്റാക്ലോസിനെ എല്ലാം കണ്ടു. കുറേ ഫൺ ഫെയർ എല്ലാം കണ്ടു. ഭയങ്കര രസമായിരുന്നു ക്രിസ്മസിൻ്റെ ആ ഒരു തയ്യാറെടുപ്പ്. ഇത് ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് ഇത്രയും ക്രൗഡ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നാളെയാണ് ക്രിസ്മസ്. അങ്ങനെ ക്രിസ്മസ് ഡേ ആണെന്ന്. ക്രിസ്മസ് വിശേഷങ്ങളെല്ലാം ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാത്രി തന്നെ ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാം അശ്വിനും പാർവതിയും കൂടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാ അനുകുട്ടിയും ഹെൽപ്പ് ചെയ്തു. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ രാവിലെ അൺബോക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെയാണ് നടക്കാൻ പോണത്. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലാം കഴിഞ്ഞു. കുറച്ച് ഏർലി ആയിട്ട് അവരെല്ലാവരും എഴുന്നേറ്റ് വന്നെല്ലാം സാന്റാക്ലോസ് കൊണ്ട് കൊടുത്ത് ഗിഫ്റ്റ് എന്നൊക്കെ പോലെ ഓരോ സെപ്പറേറ്റ് ചെയ്താട്ടോ വയ്ക്കണേ. പിന്നെ ഓരോരുത്തരുടെയും ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്ത് ഇനി പുടുമോളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതും കൂടി കാണാം. ഇന്ന് പതിവില്ലാതെ പുറത്ത് അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. എങ്കിലും ഒരു വെറ്റ് ഡേ പോലെയാണ്. ചെറിയൊരു മഴ തോർന്ന് അങ്ങനെ.
അനുകുട്ടിയുടെ ഗിഫ്റ്റ് സെന്റൽ അവിടെ കിട്ടും. മഡഗാസ്കൻ സെന്റൽ ഇവിടുത്തെ ഫേമസ് സെന്റൽ അതാണ്. അയ്യോ അടിപൊളി പ്രസന്റ് ആണല്ലോ, ഗംഭീരം. പിന്നെ അടിപൊളി, ഇഷ്ടപ്പെട്ടോന്ന്? അടിപൊളി, കൊണ്ടുപോകാൻ പറ്റും. യെസ്, മാർബിളിൽ കുക്ക് ചെയ്യാം. ഇത് അശ്വിൻ പാർവതി മക്കൾസ് ഗിഫ്റ്റ്. അടിപൊളി. കൂടെ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ, മോളുടെ ഗിഫ്റ്റ് എവിടെ? വാവ്, ഇത് സാന്റ കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇത് സാന്റ കൊടുത്ത ഗിഫ്റ്റ്. വാവ്, വേൾഡ് വുഡൻ പസിൽ സരസ്വതി മോൾക്ക്. ഹായ് മോളെ, കം ഹിയർ. പുടു ആണ് സരസ്വതി മോൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? വാവ്, വാട്ട് ഇസ് ദ സെക്കൻഡ് വൺ? നോക്കട്ടെ മോനെ. വാവ്, അമേസിങ്, ഔട്ട് ഓഫ് ദ ബോക്സ്. വാവ്, അതതിനെക്കാട്ടി ഭംഗി. എല്ലാം അടിപൊളി മാഗ്നറ്റിക് പ്ലേറ്റ് ടൈൽസ്. ഇതെല്ലാം പുടുമോളുടെ ഇത് ഇഷ്ടമാണ്. അത് തന്നെ ഇവിടെ കണ്ടിരുന്നു. യെസ്, സരസ്വതീസ്. യെസ്, സരസ്വതീസ് ഗിഫ്റ്റ്സ്. ആയുഷ് ഗിഫ്റ്റ്. ഇവിടെ ഗിഫ്റ്റുകളുടെ ബഹളം. This is Leia's. This one from Santa. Santa gave you this? Yeah. Wow. Oh, this is again Ayush gift. Vihans. Oh my God, so many gifts. ഗിഫ്റ്റുകളുടെ ഒരു ബഹളം. കുട്ടികളെല്ലാം ഹാപ്പി. ദിസ് ഇസ് അനദർ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ആഹാ, അടിപൊളി. നോക്ക് മോനെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നൈസ്, നോ, വെരി ബ്യൂട്ടിഫുൾ. ഇതെല്ലാം ചോക്ലേറ്റ് കോയിൻസ്. അവൻ കഴിക്കുന്ന നോക്ക്, ചോക്ലേറ്റ് കോയിൻ അവന് ഇഷ്ടമായി. ചോക്ലേറ്റ് കോയിൻസ്. എന്തിപ്പാ ഇവിടെ ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇന്ന് ക്രിസ്മസ് ഡേ. സാധാരണയായിട്ട് ഇവിടെ എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ ഏതെങ്കിലും ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ വീട്ടിലോ അങ്ങനെയൊക്കെയാണ്. ഇപ്രാവശ്യം അവരെല്ലാം കൂടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നില്ല. വീട്ടിൽ തന്നെ ഒരു ക്വയറ്റ് ക്രിസ്മസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇവിടെ ആർക്കും വയ്യല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടുന്ന ഒരു ക്രിസ്മസ് കം ന്യൂ ഇയർ ഒരു ബ്ലാസ്റ്റ് ആകാമെന്ന് വിചാരിച്ചു, ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മളിവിടെ ഒരു ക്വയറ്റ് ക്രിസ്മസ് വീട്ടിൽ ലഞ്ചൊക്കെ അശ്വിനും പാർവതിയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. പ്യുവർ വെജ് ക്രിസ്മസ് ഫീസ്റ്റ്. പക്ഷേ എല്ലാവരും കൂടി കൂടുന്നൊരു പാർട്ടി ഉണ്ടാകും. അത് ന്യൂ ഇയറും കൂടി ചേർത്ത് ക്രിസ്മസിൻ്റെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് യങ്ങ ബ്രദറിൻ്റെ വീട്ടിൽ, ശ്രീയുടെ വീട്ടിലായിരിക്കും വന്ന് ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ അതായിരിക്കും ഞങ്ങൾ പങ്കെടുക്കുന്ന ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഫീസ്റ്റ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇപ്പോൾ താഴേക്ക് പോകാം. ഇന്നത്തെ കാര്യങ്ങളിലൊന്നും ഞാനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം പാർവതി അശ്വിനും കൂടി തന്നെ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് റോസ് പൊട്ടറ്റോ. പിന്നെ ഇതാ ശ്രീയുടെ മറ്റേ ഗോട്ട് ചീസ് സ്റ്റാർട്ട്. യെസ്. പിന്നെ മാഷ് പൊട്ടറ്റോ. ഇത് ഐശ്വര്യയുടെ തന്നെ 2 തരം മാഷ് പൊട്ടറ്റോ. മറ്റേ ഹണി ഗ്ലേസ്ഡ് carrots, parsnip and carrots, Brussels sprouts, roasted Brussels sprouts, gravy, Yorkshire pudding. Yes. ഇത് വെജിറ്റേറിയൻ കോണിൻ്റെ റോസ്റ്റ്. ഇപ്പോൾ വെജാണ്. കോൺ റോസ്റ്റ്, ചിക്കന് പകരം. ദിസ് ഇസ് ദി Yorkshire pudding and the gravy, some sprouts. അപ്പോൾ ഞങ്ങൾക്കിന്ന് വലിയ എല്ലാം ഇങ്ങോട്ട് കുറേയൊക്കെ കൊടുത്തയച്ചു. പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെല്ലാം രോഗികൾ മെയിൻ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു സ്മോൾ ലഞ്ച് ക്രിസ്മസ് ഫീസ്റ്റ് ഇവിടെ ചെയ്യണു.
ഓക്കെ, കഴിക്കാൻ പോകുന്നു എല്ലാവരും. ഓക്കെ, അങ്ങനെ ക്രിസ്മസ് ലഞ്ച്, പ്യുവർ വെജ് ലഞ്ചാണിത്, പ്യുവർ വെജ്. എന്നോട് ആരോ ചോദിച്ചിരുന്നു പ്യുവർ വെജ് ലഞ്ച് എങ്ങനെ സെറ്റാണ് ക്രിസ്മസ്. പക്ഷേ അതും പറ്റും ഈസി ആയിട്ട്, നല്ലൊരു ഫെസ്റ്റീവ് സ്റ്റൈലിൽ തന്നെ. നട്ട് റോസ്റ്റും കൂടെ സാധാരണ വരാറുണ്ട്. ഗുഡ് മോർണിംഗ്. ഇത് ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇത് ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം ഒരു 11:30. ഫുൾ മിസ്റ്റാണിത്. ഓക്കെ, മിസ്റ്റി ഏതാണ്ട് മിസ്റ്റി മൗണ്ടൻസിലൊക്കെ പോയി താമസിക്കുന്ന പോലെയാണ്, ആ ഒരു ഫീലിംഗ് ആണ്. സോ നൈസ്, ബട്ട് നല്ല തണുത്ത വെതർ. എൻ്റെ ശബ്ദമെല്ലാം പോയി കേട്ടോ, കംപ്ലീറ്റ് അടിച്ചുപോയി. അങ്ങനെ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇവിടെ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും കൂടി ഒരു സോഫ്റ്റ് പ്ലേയുടെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അശ്വനും പാർവതി, അനുക്കുട്ടി, കുട്ടികളെല്ലാവരും. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും കൂടി പോകേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് സൗണ്ട് തീരെയില്ല. അപ്പോൾ ഭയങ്കര എന്താ പറയുക, പുറത്തെ തണുപ്പ് കണ്ടല്ലോ, ഭയങ്കര മിസ്റ്റി. ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട, സൗണ്ടൊന്നും ഇല്ല, കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ആ ദിവസം കുറച്ച് കാര്യങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പോകണം. ബ്രഞ്ചെന്ന് വേണമെങ്കിൽ പറയാം, അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പോയി. ഞാൻ ഒരു ബ്രഞ്ച് ഉണ്ടാക്കുന്നു, ജസ്റ്റ് ഒരു ടോസ്റ്റ്, ഒരു കൊറിയൻ സ്റ്റൈൽ എഗ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു, സ്ട്രീറ്റ് സ്റ്റൈൽ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാം, വേണമെങ്കിൽ കുട്ടികളും വന്നിട്ട് കഴിക്കുമല്ലോ, അവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഒരു ഇൻട്രോ എടുക്കാനൊന്നും ഉള്ള ഒരു ടൈമോ സമയമോ ഒന്നും കിട്ടില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കിടന്ന് ഓടിക്കൊണ്ടിരിക്കും എനിക്ക്. ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങളായിട്ട് കാര്യം സംസാരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങും. എൻ്റെ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയാണ്? അടിപൊളിയല്ലേ? ഈ സൗണ്ടിലാണ് സൗണ്ട് ഇപ്പോൾ വോയിസ് റെസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊറിയൻ എഗ് ടോസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണു, സ്ട്രീറ്റ് സ്റ്റൈൽ. ഓക്കെ, ലേയുടെ ഗിഫ്റ്റുകളൊന്നും തീർന്നിട്ടില്ല, അപ്പോൾ തുറന്ന് കഴിഞ്ഞിട്ടില്ല ആക്ച്വലി പറഞ്ഞാൽ. എല്ലായിടത്തു നിന്നുള്ള ഗിഫ്റ്റും ഉണ്ടല്ലോ കുട്ടികളുടെ, എല്ലാവർക്കും ഇതുപോലെ 10-12 ഗിഫ്റ്റാണ്. ഇതെല്ലാം ഇനി പ്ലേ റൂം വൃത്തിയാക്കിയിട്ട് തുറന്നാൽ മതി എന്നാണ് പാർവതി പറഞ്ഞത്. പഴയ ടോയ്സ് എല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം പൊട്ടിക്കാമെന്ന്. അപ്പോൾ കൊറിയൻ സ്ട്രീറ്റ് സ്റ്റൈൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണു. എഗ് സാൻഡ്വിച്ച്, എഗ് ടോസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ 4 ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് ബട്ടർ നന്നായിട്ട് തേച്ച് ഇങ്ങനെ കൊടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. വീണ്ടും ഒരു നല്ല മിക്സിങ് വിത്ത് ഫോർക്ക്. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഒരിക്കൽ കൂടി ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില്ലി ഫ്ലേക്സ് ആണ് കുരുമുളകിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം. എങ്കിലും പേരിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്യാബേജ് ഘനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് ചേർക്കുന്നു. ക്യാരറ്റ് അതുപോലെ ജൂലിയനായിട്ട് ഘനം കുറച്ച് നീളത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കുറച്ച് ചേർക്കുന്നു. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ലീക്സ് ആണ്. ലീക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലീക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രീൻ കളറിലെ ഇലയോടുകൂടി വരുന്ന തണ്ടും ഇലയുമായിട്ട് ആ ഭാഗം എടുത്തിട്ട് റൗണ്ടായിട്ട് അതും ഒരു 1/4 കപ്പോളം ഞാൻ ചേർക്കുകയാണ്. ക്യാബേജും കൂടി ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ മുട്ട കൂടേണ്ട ആവശ്യമില്ല. നല്ല തിക്കായിട്ട്, നല്ല കുറുകിയ രീതിയിൽ, നല്ല കട്ടിക്ക് ഇതുപോലെ വരണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എല്ലാം കൂടി ചേർത്ത് 1 കപ്പോളം ക്യാബേജ്, ഒരു 1/2 കപ്പോളം ക്യാരറ്റ്, ഒരു 1/4 കപ്പ് ലീക്സ്, ഇതെല്ലാമാണ് ചേർത്തിരിക്കുന്നത്. ഇനി പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ബട്ടർ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ സ്ലൈസസ് തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ആദ്യം ടോസ്റ്റ് ചെയ്ത് മാറ്റാം.
ഇപ്പം ഞാൻ ഒരുപാട് പിന്നെ ബ്രൗൺ ആയിട്ട് ടോസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഫസ്റ്റ് ടോസ്റ്റിംഗ് മാത്രമാണ്. ഇനി ഇത് ഒന്നുകൂടി ടോസ്റ്റ് ചെയ്യും കേട്ടോ. ഇനി ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുന്നു. ബട്ടർ ഉരുകി തുടങ്ങി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട വെജിറ്റബിൾ മിക്സ് ഇതിലേക്ക് മാറ്റും. പാനിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ ചെറുതായി സെറ്റായി തുടങ്ങി. ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു സ്പാറ്റുല കൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ സൈഡ്സിൽ നിന്ന് അകത്തേക്ക് ആക്കി കൊടുക്കുക. റഫായിട്ടൊരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ സൈഡ്സ് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വട്ടത്തിന് പകരം ഒരു സ്ക്വയർ പോലെ കിട്ടും. ഒരു സൈഡ് ഗോൾഡൻ ആയിട്ടുണ്ടാകും, തിരിച്ചിടാം. അപ്പോൾ മറു സൈഡും ഗോൾഡൻ ഇതേപോലത്തെ കളർ ആയിക്കോട്ടെ. ഇത് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഒരു നൈഫ് കൊണ്ട് ഇതിനെ 2ആയിട്ട് മുറിക്കുന്നു. ഇങ്ങനെ കുറുകെ തന്നെ മുറിക്കാം. അപ്പോൾ സ്ക്വയറിനെ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 വലിയ പീസായിട്ട് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു സ്ലൈസ് നേരത്തെ നമ്മൾ ചെറുതായി ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ഒരു പകുതി മുട്ട എടുത്ത് വയ്ക്കുന്നു. ഒരു പീസ് അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1.5 ടീസ്പൂൺ ഇങ്ങനെ നന്നായിട്ട് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണോളം മയണൈസ്, എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ധാരാളം ഗ്രേറ്റഡ് ചെഡാർ ചീസാണ് ഞാൻ ചേർക്കുന്നത്. ചീസിൻ്റെ സ്ലൈസ് ചേർത്താലും മതി, പക്ഷേ ഇവിടെ ധാരാളം ചെഡാർ ചീസ് ഉണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെഡാർ ചീസ് തന്നെ നിറച്ച് ഇടുന്നു. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും മെൽറ്റായി വരുമ്പോൾ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച മറ്റൊരു സ്ലൈസ് ഓഫ് ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലോസ് ചെയ്ത ഈ ഒരു ടോസ്റ്റ് ഒന്നുകൂടി പാനിലേക്ക് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഔട്ടർ സൈഡ് കുറച്ചുകൂടി മൊരിയുന്ന രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നോക്കിയ 2 സൈഡും പാകത്തിന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു നൈഫ് കൊണ്ട് 2ആയിട്ട്, അതും കുറുകെ തന്നെ മുറിക്കാം. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. കുറുകെയാണ് മുറിക്കുന്നത്, സാൻഡ്വിച്ച് പോലെയല്ല, കുറുകെ. അകം നോക്കിയേ, ജ്യൂസി ഇൻറ്റീരിയർ ആണ്. നമ്മുടെ ചീസൊക്കെ അങ്ങോട്ട് മെൽറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ചീസും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തത്. കാര്യം ആദ്യത്തെ ടോസ്റ്റിങ് അത്ര ക്രിസ്പി ആക്കിയില്ലല്ലോ. രണ്ടാമത് വീണ്ടും ടോസ്റ്റ് ചെയ്തപ്പോൾ 2 സൈഡും ക്രിസ്പി ആവുകയും ചെയ്തു, ഉള്ളിലെ ചീസൊക്കെ മെൽറ്റ് ആവുകയും ചെയ്തു. അതിങ്ങനെ മെൽറ്റഡ് ചീസ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതുപോലെ അതിനകത്തുള്ള മയണീസും കെച്ചപ്പും എല്ലാം കൂടി ചേർന്നൊരു ജ്യൂസി ടോസ്റ്റായി മാറിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ടോസ്റ്റ്. യെസ്, എൻ്റെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ എഗ് സാൻഡ്വിച്ച്, എഗ് ടോസ്റ്റ് റെഡി. ഒരെണ്ണമൊന്നും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ആ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത ജ്യൂസി. അടിപൊളി. ഇതിപ്പോൾ ചെഡാറല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് തന്നെ ഇടാം കേട്ടോ, ചീസ് സ്ലൈസ്. ഇതെന്നെ ചെഡാർ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെരി ടേസ്റ്റി. അങ്ങനെ കൊറിയയിൽ പോകാതെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയായിട്ടാണ്. ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസം എന്തായിരുന്നു ഞങ്ങൾ കറങ്ങാൻ പോയതും ക്രിസ്മസ് മോർണിംഗ് വിശേഷങ്ങളും പിന്നെ ഇന്നത്തെ വിശേഷം. ഞാൻ ഒരിടത്തും പോകുന്നില്ല, അവരെല്ലാം പോയിരിക്കുന്നു. ഞാനിങ്ങനെ റെസ്റ്റിംഗ് അറ്റ് ഹോം അലോൺ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതൊരു അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ ഈ ടോസ്റ്റ്. ഉണ്ടാക്കി നോക്കണം, ഓക്കെ, ഇഷ്ടമാവും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ആരോഗ്യ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം.
അതൊന്ന് 10-12 ദിവസമായി കേട്ടോ വയ്യാണ്ടായിട്ട്. ത്രോട്ട് ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ, പനി, ജലദോഷം, ചുമയാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത. ഇങ്ങനെ നമ്മൾ പറയും ഡ്രൈ കോഫ് ആണെന്ന് വെച്ചാൽ അല്ല, കുത്തി ഇങ്ങനെ ചുമയ്ക്കും. ചുമ തുടങ്ങി നിർത്താൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഞാനൊരു റൗണ്ട് ഓഫ് ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു. ഇവിടെ ആരും അങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിക്കാറില്ല. എല്ലാം പാരസെറ്റമോൾ, ഐബുപ്രൂഫിൻ. ഇതാണ് ഇവിടുത്തെ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ്. ഞാൻ നാട്ടിൽ നിന്ന് ആൻറ്റിബയോട്ടിക് കൊണ്ടുവന്നിരുന്നൊക്കെ ഒരു കോഴ്സ് കഴിച്ചു. വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ഇനി കോവിഡ് വല്ലതാണോന്നും അറിയില്ല കേട്ടോ, ഒരു പിടിയില്ല. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തും. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ്, ന്യൂ ഇയറും ഒക്കെ ഇവിടെ തന്നെ. ഇവിടെ സ്നോ വരും എന്നൊരു വാർത്തയുണ്ട്. ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സ്നോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സ്നോയും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറേ ദിവസം വയ്യാണ്ട് കിടന്നുകൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല. ഇനിയുള്ള ദിവസമെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണ്. എനിവേ, അപ്പോൾ ഇനി അടുത്ത പറ്റുന്ന പോലെയൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. ലവ് യു ഓൾ.